ഹലോ ഗൈസ്, സോ ഇന്ന് നമ്മളൊരു പുതിയൊരു ടൂളിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനൊരു സർക്കിൾ ഷേപ്പിൽ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ടൂളുണ്ട്. നിങ്ങൾക്ക് ഈ സർക്കിൾ വരയ്ക്കാൻ എന്ത് ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ചെറിയൊരു പ്ലേറ്റ് ആണെങ്കിൽ കൂടെ മതി. എൻ്റെ കയ്യിൽ ഇത് മൾട്ടിപ്പിൾ ഷേപ്സ് യൂസ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത്. സോ ഞാനിപ്പോൾ ഒരു ഇത് വരച്ചു. നമ്മളിന്ന് ഡൂഡിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യം. അപ്പോൾ ഇതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഓരോരോ ലെയേഴ്സായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈക്വൽ ആവണം എന്ന് നിർബന്ധമില്ല, എന്നാലും ഏകദേശം ഈക്വൽ ആണെങ്കിൽ ഇട്ട് കിട്ടും. ചില സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതും വലുതൊക്കെ ആവും കേട്ടോ. കണ്ടോ, നമുക്ക് ഇത്രയാണ്. ഇനി നമ്മൾ ഇതേപോലെ നമ്മൾ ഒരു സൈഡിലിട്ട പോലെ തന്നെ അടുത്ത സൈഡിലും കൂടെ വരയ്ക്കും. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറയാം. ഞാനിപ്പോൾ ഡൂഡിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് CD മാർക്കേഴ്സാണ്. നമ്മൾ ഡൂഡിൽസൊക്കെ ചെയ്യുമ്പോൾ CD മാർക്കേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. കാരണം അത് നല്ല നമ്മൾ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. CD മാർക്കേഴ്സ് തന്നെ മൾട്ടിപ്പിൾ കളറിൽ അവൈലബിൾ ആണ്. എന്നാലും ബ്ലാക്കൊക്കെ ആണെങ്കിൽ ബ്ലാക്കിൽ ഔട്ടർ കൊടുത്തിട്ട് ഇന്നർ വേറെ നല്ല ഏതെങ്കിലും ഒരു നല്ലൊരു ഭംഗിയുള്ള കളറിൽ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി റിയലി നൈസ്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്കും ഉള്ളിൽ ഐ എം ഗോണ ട്രൈ ഗിവിങ് ഇറ്റ് പിങ്ക് കളർ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് പിങ്ക് എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് ഞാൻ ഇന്ന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ വരച്ചത് പെൻസിൽ കൊണ്ടായത് കൊണ്ട് തന്നെ ഐ എം ജസ്റ്റ് പെയിൻറ്റിങ് ഇറ്റ് ബ്ലാക്ക്. അപ്പോൾ ഫുൾ ഇതിന് ബ്ലാക്ക് കൊടുക്കുക. ഇനി ഞാൻ ഈ ഒരു ലൈൻസ് ബ്ലാക്കിൽ തന്നെ കൊടുക്കുക. ഈ കംപ്ലീറ്റ് നമ്മളിപ്പോൾ പെൻസിൽ കൊണ്ട് ഏതുവരെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ബ്ലാക്കിൽ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി മുതൽ എല്ലാ ഡേയും ഞാൻ ഓരോരോ ഡൂഡിൽസ് ഷെയർ ചെയ്യാം. ആൻഡ് ഐ വോണ്ട് യു ടു ഡൂ, കാരണം നമുക്ക് ഒന്ന് ഡൂഡ്ലിങ് ഇസ് റിയലി നൈസ്. പിന്നെ നമുക്ക് ഇതിനിടയിൽ ഞാൻ കാർട്ടൂൺ സ്കെച്ചിങ്ങും എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതല്ലാതെ കുറച്ചും കൂടെ നമ്മുടെ ഹാൻഡ് ഫ്ലെക്സിബിൾ ആവുന്നത് ഡൂഡിൽസ് ചെയ്യുന്നത്. സോ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. നൗ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദി നെക്സ്റ്റ് സൈഡ്. ഡെയിലി ഈച്ച് ഡേ വൺ ഡൂഡിൽ ഷെയർ ചെയ്യും. ആൻഡ് ട്രൈ ഡൂയിങ് ഇറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. നിങ്ങൾക്ക് ഡെയിലി ബേസിസിലൊരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്തിട്ട് വരയ്ക്കാൻ, അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ ഇതല്ല കേട്ടോ. ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ വണ്ടർഫുൾ. ആസ് സൂൺ ആസ് യു കംപ്ലീറ്റ് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും. അപ്പം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് എനിക്കും അറിയാൻ പറ്റും. ആൻഡ് നമ്മുടെ ബാക്കിയുള്ള സ്റ്റുഡൻസിനും കൂടെ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ, എത്രത്തോളം നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയാൻ. ആൻഡ് ഞാൻ ഐ ഹാവ് ടേക്കൺ പിങ്ക് കളറിന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെ വേർട്ടിക്കലായിട്ട് കുട്ടി കുട്ടി ലൈൻസാണ്. ഇങ്ങനെയുള്ളത് ഞാൻ എവറി ഓൾട്ടർനേറ്റീവ് സ്പേസിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ കൊടുത്തു, അപ്പോൾ അടുത്തതിൽ കൊടുക്കില്ല, അത് കഴിഞ്ഞിട്ടുള്ളതിൽ കൊടുക്കും. ഒരുപാട് സ്പേസ് ഇടയിൽ വരരുത്, എന്നാലും കുറച്ചൊരു ഗ്യാപ്പ് ഉള്ള രീതിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് കഴിവതും സ്കെയിലില്ലാതെ തന്നെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ നോക്കുക. സ്പേസ് ഇല്ലെങ്കിൽ തെറ്റിപ്പോവാം, കുഴപ്പമില്ല. നമ്മളത് ശരിയാവാനാണ്, നമ്മുടെ ഹാൻഡിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ശരിയാവാനാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐ വോണ്ട് ഓൾ ഓഫ് യു ടു ട്രൈ ഡൂയിങ് ഇറ്റ് ഇൻ ഫ്രീ ഹാൻഡ്. പതുക്കെ ചെയ്താൽ മതി, ധൃതി പിടിച്ച് ചെയ്യേണ്ടത്. ധൃതി പിടിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പേസ് ഇതാവുക, വളഞ്ഞു പോയി. ഇപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഡൂഡിൽസ് ചെയ്യുന്ന ആളാണ്, എന്നാലും എൻ്റെ വളഞ്ഞു പോകാറുണ്ട്. സോ ദാറ്റ് ഈസ് വെരി ക്വൈറ്റ് നോർമൽ. അതുകൊണ്ട് തന്നെ I want all of you to try drawing it free hand ആയിട്ട് without using scale. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ഓരോ എണ്ണം ഇടവിട്ടിട്ട് ചെയ്യാം.
നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായി. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ടോ ഒന്നും മിസ്സാവണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഐ എം ഫിൽമിങ് എവറിത്തിങ്. ഐ തോട്ട് ഇനീഷ്യലി ഇതൊന്നൊക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്ത് ടൈം ലാപ്സ് വെച്ചിട്ട് എടുക്കാമെന്ന്. പക്ഷേ ഇതന്നെ ഐ തോട്ട് വേണ്ട. എവിടെയെങ്കിലും കുറച്ചധികം ഗ്യാപ്പ് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒരെണ്ണം കൂടെ വരച്ച് കൊടുത്ത് ശരിയാവും. സെയിം ഹിയർ. ആൻഡ് ഞാൻ കഴിഞ്ഞ ദിവസം വിഷുവിൻ്റെ ഒരു കോമ്പറ്റീഷൻ അയച്ചിരുന്നു. അത് വിഷു സ്പെഷ്യലായിട്ടാണ്. നിങ്ങൾക്ക് ഹോളിഡേ ആണ്, വിഷു ഇസ് കമ്മിങ്, ഈസ്റ്റർ കഴിഞ്ഞു, ആൻഡ് പെരുന്നാൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം ഉള്ളത് കൊണ്ട്, എല്ലാം കൂടെ ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ എനി ഫെസ്റ്റിവിറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഇപ്പോൾ ഓണം ആയാലും ക്രിസ്മസ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പഠിച്ച് ഇപ്പോൾ വർലിയിൽ തന്നെ ചെയ്യാം, മണ്ഡലയിൽ ചെയ്യാം, അതുമല്ല ഏത് ആർട്ട് ഫോമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് ഉപയോഗിച്ചിട്ട്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട്, ഐ നീഡ് ഓൾ ഓഫ് യു ടു ഡു ഇറ്റ്. ഓക്കെ, നിങ്ങളെല്ലാവരും അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കോമ്പറ്റീഷനായിട്ട് എടുക്കണ്ട, എന്നാലും ഏറ്റവും നല്ല പെയിൻറ്റിങ്ങിന് ഐ വിൽ ബി സെൻഡിങ് യു എ ഗിഫ്റ്റ്. ഓക്കെ, നമുക്ക് ഇനി ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് നടത്താം. എന്നാലേ നിങ്ങൾക്കും ഒരു കുറച്ചും കൂടെ അപ്സ്കിൽഡ് ആയിട്ട് വരുള്ളൂ. നിങ്ങൾ ഡേ ബൈ ഡേ പുതിയ പുതിയ ടോപ്പിക്കിലും ഇപ്പം ഞാൻ ഡെയിലി പഠിപ്പിക്കുന്നത് അല്ലാതെ തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾ ചെയ്ത് നിങ്ങളുടേതായ ആർട്ട് ഫോം, മൾട്ടിപ്പിൾ ആർട്ട് ഫോംസ് മിക്സ് ചെയ്തിട്ട് വരെ നിങ്ങൾക്ക് ചെയ്യാം. സോ അങ്ങനെയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മളിത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാം സെൻറ്റർ പോർഷനിൽ 2 ലൈൻ വരയ്ക്കും, എക്സാക്റ്റ് സെൻറ്ററിൽ. പക്ഷേ നമുക്കിപ്പോൾ മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു ഓൾമോസ്റ്റ് സെൻറ്റർ എന്നുള്ളത് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ലൈൻസ് കൊടുക്കുക, 2 ലൈൻസ്. എല്ലാത്തിൻ്റെയും എക്സാക്റ്റ് സെൻറ്റർ മാത്രം മാർക്ക് ചെയ്തിട്ട് കേട്ടോ. എക്സാക്റ്റോ ഓൾമോസ്റ്റ്, ഞാൻ എക്സാക്റ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഓൾമോസ്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് ഇത്ര ഭാഗമേ വരുള്ളൂ, അപ്പോൾ അവിടെ വിട്ടേക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സർക്കിൾസ് വരയ്ക്കണം. ഗ്യാപ്പ് കൊടുത്തിട്ട് തന്നെ വരച്ചോളൂ, ഒരുപാടല്ല, എന്നാൽ കുറച്ച്. എന്നിട്ട് ഈ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വരാം കണ്ടോ. ഞാൻ ഇവിടെ കുറച്ച് ഹാഫ് സർക്കിളേ കൊടുക്കുന്നുള്ളൂ, കാരണം അത്രയ്ക്കുള്ള സ്ഥലമേ ഉള്ളൂ. ഓക്കെ, കുറച്ച് കൈ നമ്മളിങ്ങനെ ചെറിയ സർക്കിൾസൊക്കെ വരച്ചിട്ട് അതിലേക്ക് ഇതൊക്കെ കൊടുക്കുമ്പോൾ കൈ ചില സമയം വേദനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിർത്തി ചെയ്തോളൂ. എപ്പോഴും മൈന്യൂട്ടായിട്ടുള്ള വർക്ക്സ് കൊടുക്കുമ്പോൾ നമ്മൾ കൈക്ക് ഇത്തിരി സ്ട്രെയിൻ പോലെ ഫീൽ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ടും അതുപോലെ തന്നെ നിർത്തി ചെയ്താൽ മതി നിങ്ങൾ. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. എനിക്കിത് 2 കൂടെ ചെയ്യാനുള്ളൂ. ഐ സ്റ്റാർട്ടഡ് ഫ്രം ഡൗൺ 1, ഏറ്റവും താഴെയുള്ള ഇതൊന്നും കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് 2 മാത്രം പെൻഡിങ് ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഇപ്പോൾ ഇത്രയും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഓരോന്ന് കംപ്ലീറ്റ് ആയി, ഇതിൻ്റെ ഇടയിലൊക്കെ സെൻറ്റർ കൊടുത്തു. ഇനി നമുക്ക് ഫൈനൽ ടച്ചാണ് കൊടുക്കുന്നത്. ഫൈനൽ ടച്ച് എങ്ങനെയാണ് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ
മുകളിലും താഴെയായിട്ട് ചുമ്മാ ലൈൻസ് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഇത് നമ്മൾ മേജറിൽ പഠിക്കുന്നത് ഫ്രീ ഹാൻഡായിട്ട് ലൈൻ വരയ്ക്കുക എന്നുള്ളൊരു ഡൂഡിലാണ് പഠിക്കുന്നത്. ആസ് ഐ സെഡ് നമ്മൾ ഇതിങ്ങനെ ചെയ്യും, വാട്ടർ കളർ വെച്ചിട്ടുള്ളത് ചെയ്യും, കളേഴ്സ് അക്രിലിക് കളേഴ്സ്, പെയിൻറ്റ്, ക്രയോൺസ് എല്ലാം നമ്മൾ ചെയ്യും ഇങ്ങനെ ഡൂഡിൽസ് പറയുമ്പോൾ. മാക്സിമം ഇനി നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് എവറി ഡേ ഞാൻ ഷെയർ ചെയ്യാൻ മാക്സിമം നോക്കാം. എന്തെങ്കിലും ഒരു കാരണം വെച്ച് ഇഫ് ഐ എം ഔട്ട് ഓഫ് ടൗൺ, ഞാൻ ട്രാവൽ ചെയ്യാണ്, അങ്ങനെ എന്തെങ്കിലും മാത്രം ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല. എന്നാലും റെസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഓരോന്ന് ഷെയർ ചെയ്ത് തരാൻ നോക്കാം. ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് വർലി ആണെങ്കിൽ വർലി ആർട്ടും ചെയ്യാം. ഓരോ ആർട്ട് ഫോം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഐ വിൽ ട്രൈ ടു ഗിവ് യു ഡിഫറെൻറ്റ് ക്ലാസ്സസ്. വേറെ ഒന്നും കൊണ്ടല്ല, ഐ വുഡ് യു ടു ഈ വെക്കേഷൻ എസ്പെഷ്യലി കിഡ്സിനാണെങ്കിലും ഗ്രോൺ അപ്സ് നിങ്ങൾക്ക് ഫ്രീ ടൈം അല്ല മാക്സിമം. ഇപ്പം ഞാൻ ഡെയിലി ഓരോ ലെസൺസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് അയക്കുന്നത്. അപ്പോൾ ചിലവരത് വേണമെങ്കിൽ ക്വിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യാം, ചിലവർ ഭയങ്കര സ്ലോ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ടൈം എടുക്കുന്നവർക്ക് ദാറ്റ് ഇസ് ഫൈൻ. ക്വിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ചില അവർക്ക് അഡീഷണലി ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നും. അപ്പോൾ അതും കൂടെ നമുക്ക് ഒഴിവാക്കാം, ഇങ്ങനെയുള്ളത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതെല്ലാം ഡൂഡിൽസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഷെയർ ടു മീ ഇൻ ദ ഗ്രൂപ്പ്. ഇത് മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചാൽ ഐ വോണ്ട് ഓൾ ഓഫ് യു ടു ട്രൈ ഡൂയിങ് ഇറ്റ്. പക്ഷേ ഞാൻ ഇൻസിസ്റ്റ് ചെയ്യില്ല. ബട്ട് ലെസൺസ് ഐ നീഡ് ഓൾ ഓഫ് യു ടു ഡു ഇറ്റ്. പിന്നെ കമ്മിങ് വീക്സിൽ ഞാൻ നിങ്ങളുടെയൊക്കെ നോട്ട്സ് ഒന്ന് എനിക്ക് കാണേണ്ടി വരും. ഐ വിൽ ബി കോൺടാക്റ്റിംഗ് യു ഈച്ച് ഇൻഡിവിജ്വലി. എന്നിട്ട് ലെറ്റ്സ് ഹാവ് ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക് എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ഓക്കെ, ഓൾ റൈറ്റ്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡൂഡ്. ഇറ്റ്സ് ക്വൈറ്റ് ഈസി. ട്രൈ ഡൂയിങ് ഇറ്റ്.